ഹലോ. അപ്പോൾ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ അല്ല, ഗെറ്റ് റെഡി വിത്ത് ടി ആണ്. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാണ്, അമ്മ എൻ്റെ ഒരു വീഡിയോ എടുക്കാമോ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്ന് ആ ചെയറിലിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി എടുത്തേക്കാമെന്ന്. കാരണം പൊതുവേ ഞാനന്ന് എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരുക്കാൻ തുടങ്ങുമ്പം അങ്ങനെ ഇരുന്ന് തരാറില്ല. ഇരുന്ന് മാത്രമല്ല, നിന്ന് പോലും തരാറില്ല. കംപ്ലീറ്റ് ഓട്ടമായിരിക്കും. സോ ഞാൻ വിചാരിച്ച് നല്ലൊരു ഐഡിയ ആണ്, മൊബൈലെടുത്ത് ഫ്രണ്ടിൽ വെച്ച് സെൽഫി ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും എന്ന് വിചാരിച്ച് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. എൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഞാൻ ടീക്ക് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ടീ 3 വയസ്സായതേ ഉള്ളേ, 2 വീക്സായി 3 വയസ്സായിട്ട്. അപ്പം ഞാൻ കുഞ്ഞിലേ മുതൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ മാറി വരുന്നു. ഇപ്പോഴത്തേക്ക് ഞാൻ മുടി കുറച്ചുള്ളതും കൊണ്ടും ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി പറന്ന് കിടക്കുന്നതും കൊണ്ട് എപ്പോഴും ഞാൻ ജാസ്മിൻ ഓയിലാണ് മുടിക്ക് യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ട് ഒരു ജാസ്മിൻ്റെ മണവും കിട്ടും, മുടി ഒതുങ്ങിയും കിടക്കും. അതാണ് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കോമ്പ് ചെയ്യുന്നത്. പിന്നെ മുടി ഇച്ചിരി ഉള്ളതും കൊണ്ട് ഇപ്പോൾ പോണിറ്റെയിലായിട്ട് പിടിച്ചാണ് ഇടാറ്. നേരത്തെ മുടി ഇച്ചിരി കുറവുണ്ടായിരുന്ന സമയത്ത് ഞാൻ 1-2 റബ്ബർ ബാൻഡ്സൊക്കെ അങ്ങനെ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഒന്നിച്ച് കെട്ടാറേ ഉള്ളൂ പതിവ്. പിന്നെ ടിയയ്ക്ക് പൊതുവേ ഞാൻ അങ്ങനെ വലിയ മേക്ക് ഓവറൊന്നും ഇടാറില്ല. സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഐലാഷസ് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ബട്ട് അവർ സ്കൂളിലത് ചെല്ലുമ്പോൾ അവരുടെ പ്രോഗ്രാമും ഫോട്ടോഷൂട്ടും അവരുടെ ഫോട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അവരത് വാഷ് ചെയ്ത് കളയും. ഐ ടോട്ടലി റെസ്പെക്ട് ദം. ലൈക്ക് അവരുടെ ആക്ഷൻസാണ് കറക്റ്റ്. നമ്മൾ കുട്ടികൾക്ക് മേക്കപ്പ് ഇടാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കുള്ള സംഭവം. കാരണം ബാക്കിയുള്ള കുട്ടികൾ അവിടെയുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്, അവരൊക്കെ കണ്ടിട്ട് അങ്ങനെ വേണം എന്ന് പറയാൻ പാടില്ല. സോ ഞാൻ കംപ്ലീറ്റ്ലി ഐ അണ്ടർസ്റ്റാൻഡ്. ഞാൻ അവരുടെ ആക്ഷൻസിനെ ബഹുമാനിക്കുന്നു. സോ പിന്നെ എനിക്കറിയാം എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ചെയ്ത് വിടുമ്പോൾ അവർ വാഷ് ചെയ്ത് കളയാറുണ്ട്, ലൈക്ക് ആഫ്റ്റർ ദെയർ ഫോട്ടോസ്. സോ അതാണ് നെക്സ്റ്റ് തിങ്. ഞാൻ ടിഐക്ക് ബോഡിക്ക് യൂസ് ചെയ്യുന്നത് അവീനോയുടെ ക്രീമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം. നേരത്തെ സെബാമെഡ് ആയിരുന്നു. ഫേസിന് ഞാൻ സെബാമെഡ് തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ അവീനോ ആക്കിയത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് പേളിമാനിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പേളിമാനിയുടെ വീഡിയോയ്ക്കകത്ത് അവീനോയെക്കുറിച്ച് പറഞ്ഞ് കണ്ട് ഞാൻ ജസ്റ്റ് വാങ്ങിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ട് ഞാനത് യൂസ് ചെയ്യുകയാണ്. ഫേസിന് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, സെബാമെഡിൻ്റെ ഫേഷ്യൽ ക്രീം എന്ന് പറഞ്ഞ് ഒരു ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ടിയുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, എപ്പോഴും ഡ്രൈ ആയി പോവും. സോ എപ്പോഴും ഇങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്ന കൂട്ടത്തിൽ ക്രീംസ് യൂസ് ചെയ്യണം. ക്രീമൊക്കെ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആൾക്ക് എടുക്കാനൊന്നും അറിയത്തില്ല ക്രീം. പിന്നെ വലിയ മേക്ക് ഓവറൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഞാൻ ജസ്റ്റ് പൊട്ടുവിടും, കണ്ണെഴുതും. കണ്ണ് ചിലപ്പോൾ എഴുതും, ചിലപ്പോൾ എഴുതാറില്ല കേട്ടോ. വാലിടാറുണ്ട് ഞാൻ കാജൽ വെച്ച്, ഇങ്ങനെ മുകളിലോട്ടൊരു വിങ്സ് ഇടാറുണ്ട്. അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിങ്സ് ഇട്ടാൽ മാത്രമേ സൗന്ദര്യവും വരാറുള്ളൂ എന്നാണ് കക്ഷിയുടെ വിചാരം. പിന്നെ ഈ ഒരു പൊട്ടെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിലെ എൻ്റെ മമ്മി എനിക്ക് ഇതേലത്തെ വാങ്ങിച്ച് പല ഡ്രസ്സിന് പല കളറിലെ പൊട്ട് തരാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഫാൻസി സ്റ്റോറി കണ്ട് ഇഷ്ടപ്പെട്ട് ഞാനിത് വാങ്ങിച്ചാണ്. ടിയയ്ക്കും ഇതുപോലെ കളർഫുള്ളായിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. അപ്പം ഗ്രീൻ കളർ ഒരു പൊട്ടാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് ടിയയ്ക്ക്. പിന്നെ ആളിങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് ഈ പൊട്ട് വേണം ആ പൊട്ട് വേണമെന്നൊക്കെ ഡിമാൻഡ് ചെയ്താണ് ഈ കാണുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഗ്രീൻ കളറല്ലേ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഗ്രീൻ കളർ പൊട്ട് തൊടാം എന്നാണ് ഈ പറയുന്നത്. അങ്ങനെ പൊട്ട് തൊട്ടു. പിന്നെ ഞാനങ്ങനെ നല്ലതാണോ എന്ന് ചോദിക്കുന്നതും ഒക്കെയാണ്. കക്ഷി അടുത്ത് കാണുമ്പം പൊട്ട് കറക്റ്റാണോ എന്ന് നോക്കി പറയും. ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ബാക്കി കാജലും. പിന്നെ ഞാൻ ലിപ് ബാം ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് ആൾക്ക് വേണമെന്നും പറയുന്നതും കൊണ്ട് ഞാൻ കഴിഞ്ഞിടയ്ക്ക് വെസ്റ്റ് സൈഡിൽ നിന്നൊരു മൈൽഡായിട്ടുള്ളൊരു ലിപ് ബാം വാങ്ങിച്ച് ഞാൻ അങ്ങനെ എപ്പോഴും ലൈക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല. ബട്ട് എപ്പോഴേലും അപ്ലൈ ചെയ്യുമ്പോൾ ഒരിച്ചിരി ഞാനിങ്ങനെ അപ്ലൈ ചെയ്യാൻ കൊടുക്കാറുണ്ട്. അല്ലാതെ ഞാനങ്ങനെ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല ടിഐക്ക്. സോ അതൊക്കെയാണ് ഈ വീഡിയോസിൽ നിങ്ങൾ കാണുന്നത്. നല്ല ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജനറലി ഞാൻ ടിഐക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ പുറത്തൊക്കെ പോകുമ്പം ഞാനിപ്പം ഈയിടെയായിട്ട് പാൻറ്റും ഷർട്ടും ടൈപ്പ് ടീഷർട്ട് ടൈപ്പാണ് ഇടിയിപ്പിക്കുന്നത്. സ്കൂളിൽ പോകുമ്പം ഇപ്പോൾ ഡ്രസ്സ് ഫ്രോക്ക് തന്നെ വേണമെന്നാണ് ആൾക്ക് നിർബന്ധം. സോ ഞാൻ പുറത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പം
ടീഷർട്ട്സും ഇതുപോലെ ട്രാക്ക് പാൻറ്റും ഒക്കെയാണ് ഇടിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ വിങ്സ് ഇട്ട് കൊടുക്കുന്നത് കാജലും കൊണ്ട്. പിന്നെ ലിപ് ബാം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ പറയുന്നത് വീഡിയോയിൽ. ലിപ് ബാം ഇട്ടൊക്കെ കാണിക്കും, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. Bye bye.